അന്നൊരു റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു രസമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ആൻഡ് റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. സീസൺ 7 ആയി അല്ലേ? അപ്പം ബിഗ് ബോസിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് എല്ലാ സീസണിലെയും കൂടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും പറയുന്ന ഒറ്റ പേര് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നായിരിക്കും. പല മത്സരാർത്ഥികളുണ്ട്, ഫാബുമോൻ, പേളിമണി, രഞ്ജിനി ഹരിദാസ് അല്ലേ? ആദ്യ സീസണിൽ, രണ്ടാം സീസണിലാണെന്ന് തോന്നുന്നു നമ്മുടെ പിന്നെ രജിത് കുമാറും ഒക്കെ വരുന്ന സീസൺ, മൂന്നാം മണിക്കുട്ടനൊക്കെ വന്ന സീസൺ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, പിന്നെ മണിക്കുട്ടൻ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി, ജിൻഡോ, ഒത്തിരി ആൾക്കാർ വന്നുപോയി. അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പം എൻ്റെ മനസ്സിൽ ആദ്യമേ ഓടിയെത്തുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ രജിത് കുമാർ ഒരു ഓളമൊക്കെ സൃഷ്ടിക്കാൻ പറ്റി, പക്ഷേ ഇത്രയും ജനകീയമായതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ? നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അണിയറെ പ്രവർത്തിച്ച വ്യക്തി തന്നെ ഇത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടാക്കി വെച്ച ഒരു പാറ്റേൺ, ഒരു സ്റ്റൈൽ, ബിഗ് ബോസിന് എന്ത് വേണം എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ബാക്കി വന്നവരെല്ലാം അതേ പിടിച്ചാണ് കളിക്കുന്നത് എന്ന് അതിൻ്റെ അണിയറെ പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെ ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്ത് പറയും. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് വരെ രജിത് കുമാർ കളിച്ചത് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെടൽ ഗെയിമായിരുന്നു കളിച്ചത്. ഇറിറ്റേറ്റ് ചെയ്യുക ആൾക്കാരെ, ആ ഇറിറ്റേഷനിൽ നിന്ന് ആൾക്കാരെ ഒറ്റപ്പെടുത്തുക, അതിലൂടെ ഫലതാപം നേടുക, ആ രീതി തന്നെയായിരുന്നു രജിത് കുമാർ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സീസൺ 4 വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പൊക്കി അലറുന്നത്, ശബ്ദത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുക, അതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ ആകർഷിച്ചു. അതുപോലെ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കി. പക്ഷേ അവരോടെല്ലാം തന്നെ വളരെ സ്നേഹത്തിൽ പെരുമാറാനും അദ്ദേഹം കഴിയുന്നുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്ന അവർ തമ്മിലുള്ള കോംബോ, അതല്ല ആ സീസണിനെ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയത് ആ സീസൺ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത്രമേൽ ജനപ്രിയമാകാൻ ഒരു സീസൺ സാധ്യത കാണുന്നില്ല. അത്രയ്ക്ക് എന്താ പറയുന്നത്, പല യൂട്യൂബ് ചാനലുകളും, എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് ആ സമയത്താണ്. പല യൂട്യൂബ് ചാനലുകളും പൊങ്ങി വന്നതും ഒക്കെ ആ സമയത്ത് തന്നെയാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ, ജാസ്മിൻ്റെയൊക്കെ ചൂട് പിടിച്ച് ബ്ലഫ്ലി, അതുപോലെ എന്താ ദിൽഷ എന്നിവരുടെയൊക്കെ ചൂട് പിടിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഫാൻസ്, ആവശ്യത്തിന് ഫാൻസ്. ലക്ഷ്മിപ്രിയ, കുട്ടിയകിൽ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. പക്ഷെ വേറെ ഒറ്റ സീസണിലെ ആൾക്കാരുടെ പേര് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങും എന്നുള്ളതാണ് ബാക്കിയുള്ള സീസണിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകൻ തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്ന വാചകമാണ് ഇപ്പം വൈറലാകുന്നത്. നമുക്കന്ന് കേട്ട് നോക്കാം. റോബിൻ പുട്ടപ്പ് ചെയ്തൊരു ഫേസ് ആയിരുന്നു. ഓക്കെ, അന്ന് ആ സീസണിൽ വരുമ്പോൾ, ആ സീസണിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു ദ ഹോൾ മീറ്റർ വെൻറ്റ് എന്നോ. പക്ഷേ ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു എന്നോ. സോ ഇതൊരു ബാലൻസിങ് ഒരു ഫൺ ഫാക്ടറാണ് അല്ലേ? അപ്പം അത് ഇപ്പം അന്നൊരു റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു രസമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ആൻഡ് റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നാലും ബാക്കി പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കൊരു പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള സാധനമാണ് തോന്നുന്നു. പുള്ളി അത്യാവശ്യം കറക്റ്റ് സ്ഥലത്ത് എവിടെ സ്പേസ് വേണോ അവിടെ അത് മാത്രം അത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ക്രീൻ അവിടെ നിന്നു എന്നുള്ള. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതാണ്, ഓരോരുത്തർ ആൾക്കാരും കാണുന്ന ഒരു ഇതല്ലേ. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല അല്ലേ? അപ്പം ഫണ്ണായിരുന്നു, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി എല്ലാവരും പിന്നെ വന്നവർ ആ ഒരു സാധനം ഇമിറ്റേഷൻ ആയി തുടങ്ങി. അതൊരു ഫണ്ണല്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ രീതി തന്നെയാണ് നമ്മൾ അന്നേ വരെ കാണാത്ത ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ നിന്ന് ഒരു മാറ്റം. അതുപോലെ എപ്പോഴും ഒരു സിനിമ കാണുന്ന പ്രതീതി ഇതിനകത്ത് ആക്ഷനുണ്ട്,
തമാശയുണ്ട്, പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഫീഫൺ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പം അടുക്കള എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ ഒരു വേദിയിൽ വളരെ അരോചകമായിട്ട് ഇപ്പം തോന്നും, വളരെ ബോറായി കാണും. ക്യാമറ അവിടോട്ട് ഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെ ആഹാരം ഉണ്ടാക്കുന്നു. പക്ഷേ ആ ഫീഫണിലെന്ന് പറഞ്ഞാൽ അടുക്കള പോലും ഒരു പ്രത്യേക വൈബായിരുന്നു അല്ലേ. ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, നിമിഷ ബാത്റൂമിൽ കയറിയിട്ട് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ടവല് കഴുകാൻ വേണ്ടി അതിനകത്ത് കയറിയിട്ട് ഇറങ്ങി വരുമ്പം സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു പോയ സംഭവങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൺ എലിമെൻറ്റും ഒക്കെ ആയിട്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഫിഫണ. അതുപോലെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു. നമ്മുടെ റിയ ഫരീമും ജാസ്മിൻ ഇവിടെ ഒന്നിച്ചു ചേർന്നപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് വില്ലന്മാരുടെ ഒരു സംഘം, അതിനെതിരെ പോരുന്ന ദിൽഷ, ഡോക്ടർ റോബിൻ, ബ്ലെസ്ലി എന്നിവർ. അപ്പോൾ അതൊക്കെ ഒരു ഗെയിമൊക്കെ ആണെങ്കിലും ഒരു വല്ലാത്ത ഒന്നൊന്നര ഫൈറ്റായിരുന്നു അല്ലേ. ഡോക്ടർ റോബിൻ പുറത്തായതിനു ശേഷം ദിൽഷ ഇതിനെതിരെ പ്രതികാരം ചെയ്യുന്നു. ഉള്ള ഒത്തിരി എലിമെൻറ്റും നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റായിരുന്നു ഒത്തിരി. അതുകൊണ്ടാണ് ആ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഇതുമേൽ സപ്പോർട്ട് കിട്ടാനുള്ള കാരണം. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കളിക്കുന്ന അനൂപ് പോലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചില മാനറിഫങ്ങൾ ഇവിടെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റായൊരു സാധനമായിരുന്നു. ഏതെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു നടപ്പുണ്ട്, ഒന്നൊന്നര നടപ്പാണ്. ആ നടപ്പ് സമയത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും അടക്കം പറയും, ദേ അവൻ നടന്നു തുടങ്ങി, ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന്. അത് കൃത്യമായിട്ട് പ്രവചിക്കും. അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ഈ ഫിഫന് ഈ ആഴ്ചയിൽ ആര് പുറത്താകും എന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പ്രവചിക്കുമായിരുന്നു. അതൊക്കെ അവിടെ ഹിറ്റായ സംഭവങ്ങളാണ്. അതാണ് ഒരു മത്സരാർത്ഥികൾ അത്യാവശ്യം വേണ്ടത്. പക്ഷെ ഗെയിമിലൊന്നും, അവിടെ കൊടുക്കുന്ന ഗെയിമിലൊന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നു വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ മിക്കവാറും ഗെയിമുകളിലൊക്കെ പരാജയമായിരുന്നു. പക്ഷെ കണ്ടൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ബിഗ് ബോസ് എന്ന് കേട്ട് കഴിയുമ്പോൾ കണ്ടൻറ്റാണ് മുഖ്യം. ഗെയിമിനോടൊപ്പം തന്നെ കണ്ടൻറ്റ് മുഖ്യത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വല്ലാത്ത പങ്കാണ് വഹിച്ചത്. അപ്പോൾ അദ്ദേഹം പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ട ആ തിരക്കുമൊക്കെ, പക്ഷെ അതിനോടൊപ്പം വരാൻ ഒറ്റ മത്സരാർത്ഥികൾക്ക് വരുന്നില്ല. ഇതാണ് ഈ പുള്ളി തന്നെ പറയുന്നത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടാക്കി വെച്ച ഒരു സ്പേസ് ഉണ്ട്, അവിടേക്ക് ഇടിച്ചു കയറാൻ അദ്ദേഹത്തിൻ്റെ ചില മാനറിഫങ്ങൾ, അദ്ദേഹം ഉണ്ടാക്കി വെച്ച ചില സ്റ്റൈലുകൾ, ഇതൊക്കെ കടമെടുത്ത് ചില മത്സരാർത്ഥികൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഇപ്പം അനീഷിൻ്റെ നടത്തം, എനിക്ക് തോന്നുന്നു അനീഷ് എന്തെങ്കിലും സംഭവം നടന്നതിന് ശേഷം നടക്കുകയാണ്, അത് കോപ്പി അടിച്ചത് കൃത്യമായിട്ട് നമുക്കറിയാം ഡോക്ടർ റോബിൻ്റെ കയ്യിൽ നിന്നാണ്. റോബിൻ നടന്നു കഴിയുമ്പോൾ അന്ന് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഭയപ്പെട്ടു. അനീഷ് നടന്നു കഴിയുമ്പോൾ അവർക്കാർക്ക് ഭയമില്ല, അനീഷിന് ഉമ്മ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് ആ കൊടുക്കേണ്ട സമയത്ത് ചില സാധനങ്ങൾ കൊടുത്ത ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു ഇതുണ്ട്, വൈബുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ജനപ്രിയമാക്കിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കുക. ഏതായാലും ബിഗ് ബോസ് സീസൺ 7 വന്നു കഴിഞ്ഞപ്പം 5, 6, 7 കഴിഞ്ഞിട്ടും ഇത്രയും മത്സരാർത്ഥികൾ ഉണ്ടായിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പേര് പരാമർശിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൈപ്പ് വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.